നീറ്റ് പി ജി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 16th 3 PM ഓൺവേർഡ്സ് ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് കരുതി ഈ ടൈമിലേക്ക് എല്ലാവരും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സൈറ്റ് ഹാങ് ആയി പോകാനോ പേയ്മെന്റ് ഗേറ്റ്വേ സ്റ്റക്ക് ആയി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല നീറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള സെന്റേഴ്സ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഇഷ്യൂ സാധാരണ കാണാറില്ല. ഈ ഒരു വീഡിയോയിൽ കോമൺ ആയിട്ട് വരുന്ന 2 ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ആൻഡ് ഫസ്റ്റ് കൺഫ്യൂഷൻ, ടെമ്പററി രജിസ്ട്രേഷൻ ആണ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആൻഡ് ബിറ്റ്വീൻ നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷൻ മൂവ് ചെയ്യുന്ന പ്രോസസ്സിലാണ്. നിങ്ങൾക്ക് ടെമ്പററി രജിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു ഇഷ്യൂസ് ഇല്ല. ആൻഡ് സെക്കൻഡ് തിങ്, സിഗ്നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. സിഗ്നേച്ചർ ഓവർ റൈറ്റിംഗ് ഇല്ലാത്ത സിഗ്നേച്ചർ സിംഗിൾ റൈറ്റിംഗിലേക്ക് പോകണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെൻ്റെ യഥാർത്ഥ സിഗ്നേച്ചർ ആവോ എന്നുള്ള കൺഫ്യൂഷൻ ചില ആളുകൾക്ക് വരാറുണ്ട്. നിങ്ങൾ യഥാർത്ഥ സിഗ്നേച്ചർ തന്നെ യൂസ് ചെയ്യുക. ചില ആളുകൾക്ക് മാത്രം ഭയങ്കരമായ ഓവർ റൈറ്റിംഗ് ഉണ്ട്, ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക അവരുടെ സിഗ്നേച്ചർ. അഥവാ അത് അപ്ലോഡ് ചെയ്തത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീ അപ്ലോഡ് ചെയ്യാനുള്ള പ്രോസസ്സും പ്രൊസീജിയേഴ്സും അവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സിഗ്നേച്ചർ കൊടുത്തു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി ബാധിക്കില്ല. റീ അപ്ലോഡ് ചിലപ്പം ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓവർ റൈറ്റിംഗ് ഉള്ള സിഗ്നേച്ചർ ആണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക, സെയിം സിഗ്നേച്ചർ തന്നെ എക്സാമിന് ഇടുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാക്കി ഒരു വീഡിയോ സൊല്യൂഷനായിട്ട് മുന്നോട്ട് വരാം.